അത് ഇന്നൊരു കിഡിലും വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. അതായത് നമ്മള് കവർ പേജിൽ കണ്ട പോലെ തന്നെ 9ഓളം സ്വിഫ്റ്റ്, അതും ഡീസലും പെട്രോളും ഒരുപാട് ഡിമാൻഡുള്ള ഒരുപാട് ഫാമിലി ആൾക്കാർ നോക്കുന്ന വണ്ടിയില് സ്വിഫ്റ്റ് എന്ന് പറയുന്നത്. കിഡിലും കുറച്ച് വണ്ടിയിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഞാനിപ്പോ ഈ നിൽക്കുന്ന ഷോറൂമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇഷ്ടം പോലെ കാറുകളൊന്ന് വെച്ചിട്ട് കാണിച്ചെടുത്ത അതില് ഒരുപാട് വണ്ടികളുണ്ട്. വളരെ ലോ ബഡ്ജറ്റിൽ കിടക്കുന്ന ചാകരയാണ്, കാറുകളുടെ തന്നെ ചാകരയുടെ ഉള്ളിലാണ് ഞാൻ വന്ന് നിൽക്കുന്നത്. അപ്പൊ ഇതിൽ ഒരുപാട് സ്വിഫ്റ്റുകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഈ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ തന്നെ, പാട്രാക്കിൽ കഴിഞ്ഞ് പെരിങ്ങാവ് സെന്ററില് ഐശ്വര്യ കാർസ് എന്നാണ് ഈ ഷോറൂമിന്റെ പേര്. ഒരുപാട് ചെറുവണ്ടികളുണ്ട്. അതായത് എനിക്ക് തോന്നുന്നത് ഒരു 50,000 രൂപ മുതൽ ഒരു 10-15 ലക്ഷം രൂപ വിലയ്ക്കുള്ള ഒരുപാട് കളക്ഷൻസ് ഒക്കെ നല്ല ഫാമിലി യൂസിങ് ആയിട്ടുള്ള ആൾക്കാർ പാർക്ക് ആൻഡ് സെയിലിൽ കൊടുത്തിട്ടുള്ള ബെസ്റ്റ് വണ്ടികളുണ്ട്. ഇതിന്റെ ഉള്ളിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ, അതായത് ഇപ്പൊ എന്താ പറയാ, മൊത്തം വണ്ടികൾ കാണിച്ചു തരിക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ ഒരു 4 മണിക്കൂറിന്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് എളുപ്പമില്ലാത്തതുകൊണ്ട് തൽക്കാലം നിങ്ങൾക്ക് ഞാൻ ഇതിന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു 9ഓളം സ്വിഫ്റ്റിന്റെ വീഡിയോസ് ആണ് ഞാൻ കൊണ്ടുവരാൻ പോണത്. അപ്പൊ ഈ വണ്ടികൾ, അത് സ്വിഫ്റ്റ് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക. സോ നമുക്ക് ഫസ്റ്റ് വണ്ടികൾ കാണാം. വീഡിയോ കട്ട് ചെയ്യേണ്ട പോരെ, കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് എടുക്കുന്നത് നമുക്ക് ഈ വണ്ടി കാണിച്ചു കൊടുക്കണം. ഇതാണ് ആദ്യത്തെ വണ്ടി. അപ്പൊ ഇത് ഷോറൂമിൽ ഞാൻ ചോദിച്ചിട്ട് ഇതിന്റെ റേറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വണ്ടി എന്ന് പറയുന്നത്. വണ്ടിയുടെ നമ്പർ വേണ്ട, 2 നമ്പർ, അതായത് 0002 KL47. അതായത് കൊടുങ്ങല്ലൂരാണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത്. വണ്ടി യാതൊരു റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഇത് 2010 ടെസ്റ്റ് കഴിഞ്ഞിട്ടുള്ള വണ്ടി. അതായത് 5 കൊല്ലത്തേക്ക് വണ്ടിയുടെ ടെസ്റ്റ് ഒക്കെ പക്കയാണ്. ഈ വണ്ടിക്ക് ചോദിക്കണം അല്ല 2.5 ലക്ഷം രൂപ. 2.5 ലക്ഷം ചോദിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് പക്ക സർവീസും അത്രയും നീറ്റ് കണ്ടീഷനിലുള്ള വണ്ടി ആയതുകൊണ്ടാണ് വണ്ടിയുടെ പ്രൈസ് 2.5 ലക്ഷം പറഞ്ഞ. നമ്പറും കാര്യങ്ങളും പിന്നെ സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളോ, നിങ്ങൾക്ക് ധൈര്യമായിട്ട് മേടിക്കാവുന്ന വണ്ടിയാണ്. പിന്നെ പ്രൈസിന്റെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ നേരിട്ട് വന്ന് നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാം. ഇത് പാർട്ടിയുടെ വണ്ടി, പാർക്ക് ആൻഡ് സെയിലിന് വന്നിട്ടുള്ളത്. അടുത്തത് രണ്ടാമത്തെ വണ്ടി, ഒരു ബ്ലാക്ക് കളർ വണ്ടി, KL8 രജിസ്ട്രേഷനിൽ എടുക്കുന്ന വണ്ടിട്ടാ. ഈ വണ്ടി വരുന്നത് 2005 മോഡല് 6 രജിസ്ട്രേഷനുള്ള വണ്ടിയാണ്. ഈ വണ്ടിക്ക് ചോദിക്കണം വില 2 ലക്ഷം രൂപ. ഇതിന്റെ പെയിന്റിങ് ഞാനിപ്പോ നിങ്ങൾക്ക് എത്രത്തോളം കാണുന്ന അറിയില്ല, ഞാനിപ്പോ നോക്കുമ്പോ നല്ല കമ്പനി ഫിനിഷിങ്ങിലാണ് ഇതിന്റെ പെയിന്റിങ് നിൽക്കണേ. മെയിൻ ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടില്ല. 2005 തന്നെയാണ്, 2006 രജിസ്ട്രേഷൻ. ബ്ലാക്ക് വണ്ടി കുറച്ച് സ്പോർട്ടി ആയിട്ട് മോഡിഫൈ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നല്ലതാ. ഞാൻ എന്റെ മറ്റേ ഇതൊന്നും നോക്കട്ടെ, പെട്രോൾ ആണോ ഡീസൽ ആണോ എന്നുള്ളത് ഇപ്പൊ ഒന്ന് പറഞ്ഞുതരാം. ഇത് വരുന്നത് LXI ആണ്. അപ്പൊ പെട്രോൾ എഞ്ചിനാണ് വരിക. ഈ വണ്ടി എന്ന് പറയുന്നത് ഇത് VDI ഡീസലാണ് വരുന്നത്. അപ്പൊ ഇത് ഡീസൽ, ഇത് പെട്രോൾ. രണ്ടാമത്തെ വണ്ടി നമ്മുടെ 2005 2006 രജിസ്ട്രേഷനിൽ വരുന്ന പെട്രോൾ എഞ്ചിനിൽ വരുന്ന വണ്ടി. ഇനി മൂന്നാമത് ഒരു വണ്ടി ഇത് KL45 നിൽക്കുന്ന വണ്ടി. ഈ വണ്ടി നമ്പർ അടിപൊളിയാണ്, 8008 നമ്പർ വരുന്നത്. ഇതിന്റെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് 2010 മോഡല്. ഈ വണ്ടിക്കും 2.5 ലക്ഷം രൂപ ചോദിക്കണം. അപ്പൊ ഈ രണ്ട് വണ്ടികൾ എന്ന് പറയുന്നത് റീടെസ്റ്റ് കഴിഞ്ഞിട്ടുള്ളതാണ്. 2030-31 വരേക്കും റീടെസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള 3 വണ്ടി അടുപ്പിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ന്യൂ ഷേപ്പ് വണ്ടിയിലേക്ക് പോവാം നമുക്ക്. ഇതാണ് നമ്മുടെ ഒരു ന്യൂ ഷേപ്പ് വണ്ടി. 2000 ഇതേതാ മോഡൽ ഉണ്ടെങ്കിൽ 2012 വണ്ടി, 2012 വണ്ടിയാണ് ഇത് വരുന്നത്. ഇത് പക്ക നീറ്റ് ആൻഡ് ഫിനിഷിംഗ് ആയിട്ട് എടുക്കുന്നത്. വേറെ മേജർ റീപെയിന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും കാണാനില്ല. 2012 വണ്ടി. ഈ വണ്ടിയുടെ റേറ്റ് ചോദിക്കുന്നത് 3.25 രൂപ കേട്ടാ, അല്ലെ? 3.25 രൂപ. പെട്രോള് ഇല്ല, 2012 ഗ്ലാസിന്റെ വരുന്ന റീപ്ലേസ് വന്നിട്ടില്ല. VXI ആണ് വരുന്നത് കേട്ടാ, VXI മോഡലാണ് വരുന്നത്. അപ്പൊ ഈ വണ്ടി താല്പര്യമുള്ളവരാണ് പറയാം. ഇപ്പൊ മൊത്തം ഞാൻ നിങ്ങൾക്ക് 4 വണ്ടി കാണിച്ചു തന്നു. ഇനി ഞാൻ 2 വണ്ടി കാണിച്ചു തരാം. ഇവിടെ 2 വണ്ടികൾ ഇവിടെ എടുക്കുന്നുണ്ട്, അടിപൊളി വണ്ടികളാണ്. 2012 തന്നെ കേട്ടാ, 2012 മോഡല് 3.70 പറഞ്ഞു. 2012 അതായത് VDI ഡീസൽ വണ്ടിയാണ് വരുന്നത്. 1,34,000 കിലോമീറ്റർ ഓടി, ലൈഫ് ടാക്സ് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിട്ടാ. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. അപ്പൊ ഇപ്പൊ മൊത്തം എത്ര വണ്ടി ഞാൻ കാണിച്ചു തന്നു? 4, 5 വണ്ടി കാണിച്ചു കേട്ടാ. ഇനി 6ാമത്തെ വണ്ടി. ഇപ്പൊ ഇത് നിങ്ങൾ താല്പര്യം പറഞ്ഞ ഇത് നമ്മുടെ ഓൾഡ് ഷേപ്പ് വണ്ടി തന്നെ, DDIS. ഈ സൈഡ് DDIS അല്ലെങ്കിൽ ബാക്കിൽ VDI അല്ലെങ്കിൽ LDI എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് സ്വിഫ്റ്റിന്റെ ഡീസലാണെന്നാണ് അതിനർത്ഥം. ഇതിന്റെ വില ചോദിക്കുന്നത് 2 രൂപ തന്നെ. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ ഷേപ്പ് ഡീസൽ വണ്ടിക്കൊക്കെ ഓൾമോസ്റ്റ് 2 ലക്ഷം രൂപയാണ് ചോദിക്കണത്, മനസ്സിലായി? അപ്പൊ ആ രീതിയിലാണ് ഈ വണ്ടികളെല്ലാം നമുക്ക് കൊടുക്കാനുള്ളത്. 2 സ്വിഫ്റ്റും കൂടെ ഞാൻ കാണിച്ചു തരാം, എന്നാലാണ് നമ്മൾ 9 തികയുള്ളൂ. ഇപ്പൊ ഫസ്റ്റിൽ ഞാൻ ഒരു 4 വണ്ടി കാണിച്ചു, 5, 6, 7 വണ്ടി കാണിച്ചു, 8, 9. 2 വണ്ടി കൂടെ ഞാൻ കാണിച്ചു തരാം. അത് കൂടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചും കൂടെ മനസ്സിലാവും. അടിപൊളി വണ്ടികളാണ് എല്ലാം വന്നിട്ടുള്ളത്. നമ്മളപ്പോ 2 സ്വിഫ്റ്റും കൂടെ അവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ റേറ്റും കൂടെ ഞാൻ എടുത്തുതരാം. അതിനുള്ളിലേ ഞാനൊരു വേറൊരു കിടിലൻ വണ്ടി ജസ്റ്റ് കാണിച്ചു തരാം കേട്ടാ.
പോളിസ് ഇത് അങ്ങനെ അധികം വണ്ടി ക്ലീൻ ആയിട്ട് നമുക്ക് കാണാൻ പറ്റണതല്ല. അപ്പൊ ഇവിടെ അത് അവൈലബിൾ ആയതുകൊണ്ട് ഞാൻ ആ സ്വിഫ്റ്റ് കാണിക്കുന്നുണ്ട്. കൂട്ടത്തില് ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. വണ്ടി ഇത് കെയിലേറ്റ് രജിസ്ട്രേഷനിൽ വരണേ 3303 അടിപൊളി നമ്പറും. ഈ വണ്ടി ഞാൻ സ്പെഷ്യലി കാണിക്കാൻ കാരണം പറഞ്ഞില്ല, ഇവിടുത്തെ ആള് പറഞ്ഞു അതൊന്ന് കാണിച്ചോ, കാരണം അത്രയും പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് ടെസ്റ്റ് ഒക്കെ കഴിച്ച് എല്ലാ പണിയും കഴിച്ച് റൂഫേസും കാര്യങ്ങളൊക്കെ ഉള്ള സർവീസ് ഹിസ്റ്ററി ഉള്ള അടിപൊളി വണ്ടിയാണ്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു 7 സീറ്റർ അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് പോളിസ് എന്ന് പറയുന്നത്. ഇതിന് ചോദിക്കുന്ന വില 3 ലക്ഷം രൂപ. ഇനി ഞാൻ പറഞ്ഞ 2 സ്വിഫ്റ്റും കൂടെ ഞാൻ കാണിച്ചുതരാം. ഇത് ഒരെണ്ണം വരുന്നത് ഈ മോഡൽ വണ്ടിയാണ്. ഒരെണ്ണം വരുന്നത് ഇത് 2000 മോഡൽ. ഞാൻ ഗ്ലാസ് നോക്കിയിട്ട് പറഞ്ഞേട്ടാ. മോഡൽ വരുന്നത് 2012. അതും എഴുതിണ്ട്, ഫ്രണ്ടിൽ എഴുതിണ്ട്. ഒരു സെക്കൻഡ്, 2015 മോഡലാട്ടോ ഈ വണ്ടി വരുന്നത്. 2015 മോഡല് പെട്രോള്, ലോ കിലോമീറ്റർ ആണ്. വെറും 50,000 കിലോമീറ്റർ ആണ് ഈ വണ്ടി കൂടെ ഓടിയിട്ടുള്ളത്. ലൈഫ് ടാക്സ് LXI ഓപ്ഷനിൽ വരുന്ന വണ്ടിട്ടാ. LXI ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ്. ലോ കിലോമീറ്റർ വണ്ടിയാണ്. ഈ വണ്ടിയുടെ റേറ്റ് എന്ന് പറയുന്നത് 4,75,000 രൂപ. അതായത് 4.25 ലക്ഷം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വണ്ടി കൊണ്ടുപോകാം. ഒരു വണ്ടി കൂടെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ലാസ്റ്റ് കാണിച്ചു തരാം. കെയിലേറ്റില് വരുന്ന വണ്ടി 2013 ഡീസൽ, 1 ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടി. ലൈഫ് ടാക്സ് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി, 4.5 ലക്ഷം രൂപ. അടിപൊളി വണ്ടി. അതെ, അലോയ് ഉണ്ട്. ഇതെനിക്ക് തോന്നണേ ZDI ആണത്. ഒരു മിനിറ്റ്. ZDI ഓപ്ഷൻ, അതായത് ബാക്ക് വൈപ്പറും കാര്യങ്ങളൊക്കെ വരുന്ന ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് വരുന്നത്. ഇതില് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരില്ലേ, മിറർ ഫോൾഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞ 9ഓളം അടിപൊളി സ്വിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും സ്വിഫ്റ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ, അല്ല 9 ആയിട്ടില്ലല്ലോ, 8 ആയിട്ടുള്ളല്ലേ, ഒരു വണ്ടി കൂടി ഉണ്ട് കേട്ടാ. അത് അബ്ദുൽ പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ, ഒരു വണ്ടി കൂടി ഞാൻ കാണിച്ചു തരാം. ഞാൻ പതിവ് പോലെ നിങ്ങൾക്ക് എല്ലാ വീഡിയോയിലും ജസ്റ്റ് കാണിച്ചു തരാറുണ്ട്. നമ്മുടെ സ്വന്തം വണ്ടിയാണ് ഇതേ. ഇതും കൂടെ നമുക്ക് കൊടുക്കാണ്ട്. ഇപ്പൊ 9 വണ്ടി ആയില്ലേ അതില്. ഇപ്പൊ 9 വണ്ടി ആയിണ്ട്. 10ാമത്തെ വണ്ടി കൂടെ ഞങ്ങൾ അന്വേഷിച്ചു. കാരണം ഈ വീഡിയോയിൽ ഒരു വെറൈറ്റി ആയിട്ട് 10 സ്വിഫ്റ്റ് എന്ന് കാണിക്കാൻ വേണ്ടി 10ാമത്തെ ഒരെണ്ണം അന്വേഷിച്ചു, കിട്ടിയില്ല. അപ്പൊ 9 വണ്ടികൾ അതിന്റെ ലാസ്റ്റ് വണ്ടി എന്ന് പറയുന്നത് ഇതാണ്. ഈ വണ്ടി എന്ന് പറഞ്ഞാൽ 2008 മോഡല്, നമ്മൾ തന്നെ ഉപയോഗിക്കുന്ന വണ്ടിയാണ്. എന്റെ വൈഫിന്റെ പേരിലാണ് വണ്ടി വരുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ സെയിലിന് കൊണ്ടുവരാനായിട്ട് പറ്റും. ഇത് ഏകദേശം ഒരു 1.70 1.60 റേഞ്ച് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇത് കച്ചവടത്തിനുള്ള വണ്ടി തന്നെയാണ്. നമ്മൾ RC മാറണം എന്നുള്ള നിർബന്ധം കൊണ്ട് മാത്രം മാറിയതാണ്. അപ്പൊ ഇത് നല്ല വണ്ടിയാണ്. പക്ക ഓയിൽ സർവീസും കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പൊ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ മൊത്തം വീഡിയോയിൽ ഞാൻ ഇത്രയും കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഈ ഷോറൂമിൽ ഇപ്പൊ എന്റെ ബാക്കിൽ എടുക്കുന്ന എന്തെങ്കിലും വണ്ടികളെ കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ഞാൻ വിളിക്കുക. ഈ ഷോറൂമിന്റെ നമ്പറും കൂടെ ഞാൻ ഇതിൽ കൊടുക്കട്ടെ. ഒരുപാട് ചെറുവണ്ടികൾ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 50,000 മുതൽ മേലേക്ക് 15 ലക്ഷം വരേക്കുള്ള ഒരുപാട് അടിപൊളി വണ്ടികളിലൂടെ കിടക്കുന്ന ഷോറൂമാണ് തൃശ്ശൂര് പെരിങ്ങാവ്. നമ്മുടെ റൗണ്ടിൽ നിന്നൊക്കെ എനിക്ക് തോന്നുന്നത് വെറും 1.5-2 കിലോമീറ്റർ ആണ് കൂടെ ലൊക്കേഷൻ വരുന്നുള്ളൂ. സോ താല്പര്യമുള്ളതാണെങ്കിൽ വിളിക്കുക. അടുത്തൊരു കിഡിലെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.